ഹായ്, ഹലോ, നമസ്കാരം. വെൽക്കം ടു വിനീസ് കിച്ചൺ. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ തൈപ്പൂയ ആയിരുന്നല്ലോ 1-ാം തീയതി. അപ്പോൾ അന്നത്തെ ദിവസം ഉള്ള ഒരു ദിവസത്തെ വ്ളോഗാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. റെസിപ്പീസും കുറേ ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ മുരുകന് വിളക്കൊക്കെ കത്തിച്ച് വേൽ വിളക്കൊക്കെ കത്തിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേൽ വിളക്ക് ഞാൻ വാങ്ങിയത് ജയശ്രീ വെങ്കട്ടൻ്റെ അടുത്താണ് എന്നൊക്കെ പറഞ്ഞു. ഒരുപാട് പേര് നിങ്ങളും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. ജയശ്രീ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ പഞ്ചാമൃതമാണ് മുരുകന് രാവിലെ ഞാൻ നേദ്യമായിട്ട് വെച്ചത്. പഞ്ചാമൃതം അത് ഒരു എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടമുള്ളതാണല്ലേ. അപ്പോൾ രാവിലെ തന്നെ മുരുകന് പഞ്ചാമൃതമാണ് വെച്ചത്. തിരുപ്പാകം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. അപ്പോൾ പഞ്ചാമൃതത്തിൻ്റെ റെസിപ്പി കാണിച്ചു തരാം, ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന്. ഞാൻ ചെറുപഴം എടുത്തിട്ടുണ്ട്, കുറച്ച് ഡേറ്റ്സ് മുറിച്ചെടുത്തിട്ടുണ്ട്, അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്, അതേമാതിരി തന്നെ മുന്തിരിങ്ങ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി എന്ത് നട്ട്സ് വേണമെങ്കിലും ഇടാം. ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഇട്ടിരിക്കുന്നത്. കുറച്ച് കൽക്കണ്ടം, ചെറിയ കൽക്കണ്ടം എടുക്കാൻ നോക്കുക. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഇടുന്നത് നാട്ടുചക്കര, അതായത് നമ്മുടെ ശർക്കരയാണെങ്കിലും ഇടാം, നാട്ടുചക്കരയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. പിന്നെ നമ്മൾ ഇടുന്നത് നെയ്യാണ്. അത് കഴിഞ്ഞതിന് ശേഷം നല്ല പ്യുവറായിട്ടുള്ള തേന്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ നാട്ടുചക്കരയും ചെറുപഴവും കൂടിയിട്ട് ആദ്യം കൈകൊണ്ട് നന്നായിട്ട് കുഴയ്ക്കണം എന്നാണ് പറയുക. ഞാൻ പക്ഷേ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. നന്നായിട്ടുള്ള പ്യുവർ തേന് വാങ്ങിക്കാൻ നോക്കുക കേട്ടോളൂ. അപ്പോൾ അതും കൂടി ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാവും. നിങ്ങൾക്ക് ശരിക്കും ആ ഒരു അമ്പലത്തിൻ്റെ എഫക്റ്റ് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചക്കൽപ്പൂരം കൂടിയിട്ട് ഒന്ന് പൊടിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള പഞ്ചാമൃതം റെഡി. ഓക്കെ, നിങ്ങൾ അതായത് ഇനി നിങ്ങൾ വെയിൽ വെച്ച് പൂജ കഴിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ മുരുകന് വിളക്ക് വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നേദ്യമായിട്ട് ഒന്ന് പഞ്ചാമൃതം ഉണ്ടാക്കി നോക്കൂട്ടുള്ളൂ. അപ്പോൾ എല്ലാം വളരെ സിമ്പിളാണ്, വളരെ ഈസി ആയിട്ട് ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിൽ കിട്ടുന്ന സംഭവങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് ഒരുപാട് ഓർഡറുള്ള ദിവസമായിരുന്നു അന്ന്. അതായത് GI ലോ ആയിട്ടുള്ള GI ഉള്ള ഡയറ്റാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ക്ലയൻസ് കീറ്റോ ഡയറ്റ് എടുക്കുന്നവരുണ്ട്, GI മെനു കഴിക്കുന്നവരുണ്ട്. അപ്പോൾ ഇന്ന് ഒരുപാട് വെറൈറ്റിയാണ് സംഭവങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ലോ GI ഡയറ്റിൻ്റെ മെനു ആണ് കാണിക്കുന്നത്. ഇത് ബാർലിയാണ്. തലേ ദിവസം ഞാൻ ബാർലി വെള്ളത്തിൽ കുതിർത്തിട്ടിരിക്കുകയാണ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബാർലി ഉപ്മാവാണ്. അതായത് മൂപ്പരുടെ കംപ്ലീറ്റ് ഡോക്ടർ കൊടുത്ത മാതിരിയുള്ള ഡയറ്റിൻ്റെ മെനു ആണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. പക്ഷേ അത് ബ്ലണ്ടായിട്ട് കഴിക്കുന്നതിന് പകരം ബാർലി വെറുതെ വേവിച്ച് അങ്ങനെയൊക്കെ കഴിക്കുന്നതിന് പകരം ഞാൻ സജസ്റ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ ടേസ്റ്റോട് കൂടിയിട്ട് ഉണ്ടാക്കാമെന്നായിരുന്നു. അങ്ങനെ ബാർലി നന്നായി കഴുകി വൃത്തിയാക്കി ബോയിൽ ചെയ്യണ സമയത്ത് അതിൻ്റെ മുകളിലൊരു പത പോലെ വരും, അതൊക്കെ എടുത്ത് കളയുക. ഒരു 10-15 മിനിറ്റ്, ഓവർനൈറ്റ് കുതിർത്ത ബാർലി ആണെങ്കിൽ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നന്നായിട്ട് വേവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ബാർലി നന്നായിട്ട് വെന്ത് കിട്ടും. അതിനെ നല്ല പോലെ ഒന്ന് വാർത്ത് വെക്കുക. വാർത്ത് തന്നെ വെക്കണം, ഇല്ലെങ്കിൽ എല്ലാം കൂടി ഒട്ടും. അപ്പോൾ വാർത്ത് നന്നായിട്ട് ഇങ്ങനെ പിടിക്കണ സമയത്ത് നമുക്ക് ഗോതമ്പ് പോലെയാണ് കാണാനുണ്ടാവുക. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ബാർലി ഉപ്മാവ് ഉണ്ടാക്കാം. നല്ല പോലെ പച്ചമുളക്, കടുക്, അതേമാതിരി തന്നെ എന്താണ് പറയുക, ക്യാരറ്റ്, ബീൻസ്, പച്ചപ്പട്ടാണി, ഇതെല്ലാം കൂടിയിട്ട് ഉപ്പിട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ലോ GI ഡയറ്റാണ്. അധികം മസാലകളൊന്നും വേണ്ട. എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കഴിക്കുന്നതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞതിന് ശേഷം ബാർലിയും അതിലേക്കിടുക. ബാർലിയും അതിലേക്കിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ ഇടാം, പക്ഷെ ഞാൻ അന്ന് തേങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ബാർലി ഉപ്മാവ്. ലോ GI ഡയറ്റിന് വേണ്ടിയിട്ട് ക്ലയൻറ്റിന് ഉണ്ടാക്കി കൊടുത്ത ബാർലി ഉപ്മാവ്. ഇനി മൂപ്പരെന്നെ അവിയലും കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ കഷ്ണങ്ങളും ലോ GIയിൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല. നമ്മുടെ അവിയലിൻ്റെ എല്ലാ കഷ്ണവും അതിന് ചേരില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ മാതിരിയുള്ള കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത്. ചൊരയ്ക്ക, അതേമാതിരി തന്നെ വെള്ളരി, കോവയ്ക്ക, എന്താണ് പറയുക, നമ്മുടെ ഇത് എന്താണ് പറയുക, കൊത്തവര, ബീൻസ്,
പയർ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അതിലേക്ക് നമ്മൾ മുറിച്ചിടുന്നത്. അപ്പോൾ ഒരു പ്രൈവറ്റ് ഷെഫിൻ്റെ അടുത്ത് നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ഡയറ്റ് നിങ്ങൾ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കാതെ നല്ല രീതിയിൽ നമ്മുടെ ഭക്ഷണം ഇഷ്ടപ്പെടുന്ന രീതിയിൽ വായ്ക്ക് രുചിയുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. അതാണ് ഒരു പ്രൈവറ്റ് ഷെഫ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരിക. ഓക്കെ, അപ്പോൾ അതെല്ലാം മുറിച്ച് ആവി കയറ്റി ഇതിലേക്ക് നമ്മൾ തേങ്ങയും പച്ചമുളകും കൂടിയിട്ട് അതിലേക്ക് ഇടുന്നു. എന്നിട്ട് നല്ലോണം തേങ്ങ ഇടാൻ പറ്റും. എന്താ വെച്ചാൽ ലോ GIന് തേങ്ങ കുഴപ്പമില്ല. ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ ഡയറ്റ് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തേങ്ങയൊക്കെ നല്ലോണം കഴിക്കാൻ പറ്റും. അതിലേക്ക് ഞാൻ നല്ല തൈരാണ് ഇടുന്നത്. നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവിയൽ റെഡി. ഇനി മൂപ്പര് ചോദിച്ചിരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കോളിഫ്ലവർ റൈസാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കോളിഫ്ലവർ റൈസ് പല രീതിയിൽ ഉണ്ടാക്കാം. ഞാനിതാ കോളിഫ്ലവറിനെ ചോപ്പറിലിട്ടു, എന്നിട്ട് നന്നായിട്ടൊന്ന് തിരിച്ചു. ഇതുപോലെയാണ് നിങ്ങൾക്ക് കിട്ടുക. ഇനി ഇതിലേക്ക് കോളിഫ്ലവർ റൈസ് വെറുതെ പുഴുങ്ങി കഴിക്കാറുണ്ട്, അതിനൊരു മാതിരി ചൂര് വരും. അതിന് പകരം ജീരകം, സവോള ഇട്ട് നന്നായിട്ട് വഴറ്റുക. അതിലേക്ക് കുറച്ച് ബേസിക് മസാലകൾ ഇടുക. അതായത് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ലേശം ചിക്കൻ മസാല, അതേമാതിരി തന്നെ കുറച്ച് ജീരകപ്പൊടി. ഇതെല്ലാം കൂടി ഇട്ടിട്ടാണ് നിങ്ങൾ എന്താണ് പറയുക കോളിഫ്ലവർ റൈസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പച്ചക്കറിയും കൂടി ഇട്ടിട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോളിഫ്ലവറിൻ്റെ ആ ഒരു മണം എന്തൊക്കെ തന്നെ ആയാലും ആ ഒരു ചൂര് വരുന്ന പോലെ ഉണ്ടാവും. അതുകൊണ്ടാണ് പല ആൾക്കാരും കോളിഫ്ലവർ റൈസിൽ നിന്ന് മാറിപ്പോകുന്നത്. കീറ്റോ ഡയറ്റ് ചെയ്യുന്ന ഒരുപാട് ക്ലയൻസിന് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വിഭവമാണിത്. ഇനി ഇത് നന്നായി വഴറ്റി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇടുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. നമ്മുടെ ക്യാരറ്റും പട്ടാണിയും കൂടിയിട്ടുള്ള മിക്സും കൂടി അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ആ ആവിയിൽ തന്നെ ഇത് വെന്ത് കറക്റ്റായിരിക്കും. ഇതാണ് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ചൂടോടെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുള്ള കോളിഫ്ലവർ റൈസാണ് റെഡി ആയിരിക്കുന്നത്. അന്നത്തെ ദിവസം എനിക്ക് ഒരുപാട് ക്ലയൻസും ഒരുപാട് ഓർഡറുമാണ് ഉണ്ടായിരുന്നത്. ഇതാ ടേബിളിൽ നിറയെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ബിക്കോസ് എനിക്ക് തിരുപ്പതി ലഡുവിൻ്റെ ഓർഡറും ഉണ്ടായിരുന്നു. അന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞില്ലേ ഞാനിങ്ങനെ ഒരു ഫംഗ്ഷൻ ചെയ്തു എന്ന്. അതിനുശേഷം ആൾക്കാർ ഒരുപാട് പേര് തിരുപ്പതി ലഡു ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വിനീസ് കിച്ചണിൽ തിരുപ്പതി ലഡുവിൻ്റെ റെസിപ്പി ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇത് 2 നമ്മുടെ സൈസിലാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് നോർമൽ സൈസ്, പിന്നെ ഒന്ന് വന്നിട്ട് ഒരു മീഡിയം സൈസ്. അപ്പോൾ 2 സൈസിലും ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതും ഓൾറെഡി ഞാൻ ഉണ്ടാക്കി വെച്ചു. അന്ന് ഫുൾ ഡേ ഓർഡേഴ്സ് ആയിരുന്നു. അപ്പോൾ അത് റെഡി ആയി കഴിഞ്ഞില്ലേ. ഇനി നമുക്ക് ലോ GIന് വേറെ എന്തൊക്കെയാണ് ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാട്ടുള്ളൂ. അപ്പോൾ വരൂ, ഇതാ നമ്മുടെ അവിയൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ പറഞ്ഞിരിക്കുന്ന പച്ചക്കറികൾ കൊണ്ട് നമുക്ക് നമ്മുടെ സ്റ്റൈലിൽ നമുക്ക് കഴിക്കാൻ പറ്റും. ഓക്കെ, അതിനെങ്ങനെ ക്യൂറേറ്റ് ചെയ്യണമെന്ന് മാത്രമേ അറിയേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ അവിയലായി. അത് കഴിഞ്ഞതിന് ശേഷം ഇതാ നമ്മുടെ ബാർലി ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. പിന്നെ മൂപ്പര് ചോദിച്ചിരുന്നത് പന്നീർ കൊണ്ടുള്ള ഒരു കറിയായിരുന്നു, അതായത് ഡ്രൈ ഫ്രൈ ആയിട്ട്. അപ്പോൾ പന്നീർ കൊണ്ടുള്ളൊരു ഡ്രൈ ഫ്രൈ ഉണ്ടാക്കി. അതേമാതിരി തന്നെ എന്താണ് കറുത്ത കടല കൊണ്ട് ഉള്ള കറി വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ കടലമാവ്, അതായത് ചിക്പി കൊണ്ടുള്ള ബേസൻ റൊട്ടിയാണ് കഴിക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. നോർമൽ റൊട്ടി കഴിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനായിരുന്നു. ഇതാ നമ്മുടെ കോളിഫ്ലവർ റൈസും റെഡി ആയിട്ടുണ്ട്. ഇത് ലോ GI ഡയറ്റിനുള്ള ക്ലയൻറ്റിന് റെഡി. ഇനി അടുത്ത ക്ലയൻറ്റ് എന്താ ചോദിച്ചാൽ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോയമ്പത്തൂർ സ്റ്റൈലിലുള്ള ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള കാല് മാത്രം ഇട്ടിട്ടാണ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് റിവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. സോ മറ്റേ ലോ GI ഡയറ്റ് കഴിഞ്ഞു. ഇനി അടുത്ത ക്ലയൻറ്റിൻ്റെ ഇതാണ് ആവശ്യം. അതിന് കൂടെ തന്നെ കഴിക്കാൻ നമ്മുടെ സവോള ഇട്ടിട്ടുള്ള തൈര് പച്ചടി, പിന്നെ അവർക്ക് പരിപ്പ് വട വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ചെട്ടിനാട് ചിക്കൻ കറി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല സ്പൈസി ആയിട്ടുള്ള ചെട്ടിനാട് ചിക്കൻ കറിയും നമ്മുടെ റെഡിയാക്കി വെച്ചു. അതിൻ്റെ കൂടെ അവർക്ക് കേരള പൊറോട്ടയാണ് വേണമെന്ന് പറഞ്ഞാൽ അതും കഴിഞ്ഞു. ഇനി അടുത്ത ക്ലയൻറ്റിന് വേണ്ടത് എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺലി ഉപ്പേരികൾ. ഓക്കെ, അവർ പറഞ്ഞു
റൈസേ വേണ്ട. ഞങ്ങൾ ഓരോ മീലിനും നമ്മൾ കഴിക്കുന്നത് ഉപ്പേരികളാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാ പരിപ്പും കൊത്തവരയ്ക്ക് ഇട്ടിട്ടുള്ള ഉപ്പേരി, തോരൻ പോലെ, അതേമാതിരി അണ്ടിപ്പരിപ്പും പടവലങ്ങയും കൂടി ഇട്ടിട്ടുള്ള ഒരു മെഴുക്ക് വരട്ടി, അതേമാതിരി നമ്മുടെ ബീൻസ് പൊരിയൽ, തോരനല്ല ബീൻസ് പൊരിയൽ തമിഴ്നാട് സ്റ്റൈലിൽ, അതേമാതിരി കോവയ്ക്ക മെഴുക്ക് വരട്ടി, പിന്നെ ഞാൻ ഉണ്ടാക്കിയത് എന്താണ് പറയുക, നമ്മുടെ ഇത് പയർ മെഴുക്ക് വരട്ടി, പിന്നെ ഉള്ളത് വൻപയർ തോരൻ, അതേമാതിരി ചെറുപയർ തോരൻ. ഇതാണ് മറ്റേ ക്ലയൻറ്റിന് കൊടുത്തത്. അപ്പോൾ അതെല്ലാം തീർത്തു. എവറിത്തിങ് ഈസ് ഫിനിഷ്ഡ്. ആഫ്റ്റർനൂൺ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നത് സ്നാക്സിനാണ്. അതിന് കൊറിയൻ ബൺസാണ്. നമ്മൾ വിനീസ് കിച്ചൺ സ്പെഷ്യൽ ആൻഡ് എല്ലാവരുടെയും ഫേവററ്റ് ആയിട്ടുള്ള കൊറിയൻ ബൺസാണ് നമ്മൾ റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ചീസി, ഉള്ളിൽ നിന്ന് ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ടുള്ള ഗാർലിക്കി ഫ്ലേവറായിട്ടുള്ള നല്ല കൊറിയൻ ബൺസ് റെഡി ആയിരിക്കുകയാണ്. നിങ്ങളുടെ എന്താവശ്യമുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അതിന് വേണ്ടി സംസാരിച്ച് നമുക്കതിന് വേണ്ടിയിട്ടുള്ള മെനു നമുക്ക് ക്യൂറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കട്ട്ലറ്റ്സ് റെഡിയാക്കി കഴിഞ്ഞു, അതേമാതിരി കൊറിയൻ ബൺസ് റെഡിയായി കഴിഞ്ഞു, അതേമാതിരി നമ്മുടെ ഹരാബര കബാബ്സ് റെഡിയായി കഴിഞ്ഞു, പബ്സ് റെഡിയായി കഴിഞ്ഞു. ഇതൊക്കെയാണ് വിനീസ് കിച്ചണിൽ വൈകുന്നേരം നമ്മൾ സപ്ലൈ ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ജോലിക്ക് പോയി. ബിക്കോസ് ഇത് കഴിയുമ്പോഴേക്കും തന്നെ ഓൾറെഡി 4:30 മണി 4:45 ആകുമ്പോഴേക്കും ഞാനിതെല്ലാം കഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ജോലിക്ക് ഇറങ്ങി. അപ്പോൾ വിനീസ് കിച്ചണിൽ ഇതൊക്കെയായിരുന്നു തൈപ്പൂയം ദിവസം നടന്ന കാര്യങ്ങൾ. ഇതെല്ലാം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതിൽ ഒരുപാട് സന്തോഷം. ട്ടോളൂ.